പറ്റി? കട്ട് ചെയ്തോ? ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞ നുണയല്ലെന്ന്? വേദയെ കാണണമെന്ന് പറഞ്ഞ് ഇനി ഈ വീട്ടിലേക്ക് വരണമെന്നില്ല. വന്നാ അറിയാലോ എന്നെ. വെറുതെ പണിയുണ്ടാക്കരുത്. ഞാൻ പോവാം. പക്ഷെ അവളോട് പറയണം, ഈ നീല് ഈ ഭൂമിയിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് അവളാണെന്ന്. എനിക്കവളെ മറക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എടി, അവന് ഭ്രാന്താണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറുമോ? എന്തായാലും നീ ഇവിടെ ഇല്ലെന്ന വാർത്ത അവൻ വിശ്വസിച്ച മട്ട. അറിയാതെ പോലും ഇനി നിന്നെ അവൻ കാണരുത്. എന്റെ മോള് ഇനി മണ്ടത്തരൊന്നും കാണിക്കില്ല. മോൾക്കറിയാം ഇതെങ്ങനെ വേണം കൈകാര്യം ചെയ്യാനെന്ന്, അല്ലേ മോളെ? നീ വിഷമിക്കണ്ടടി. അവനേക്കാൾ യോഗ്യനായ ഒരുത്തൻ തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടും. ഒരു ലാർജ്. നീലല്ലേ? നീൽ മകേഷ്? അതെ. ആ, ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് നല്ല അഭിനയോ നീലിന്റെ. അതുകൊണ്ട് എന്ത് കാര്യം? അവസരങ്ങളില്ല, ജീവിതമില്ല, എല്ലാം പോയി. എന്തു പറ്റി ഇങ്ങനെ നിരാശ തോന്നാൻ? എന്ത് പറ്റണം? അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. നീലെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലൊന്നും പെരുമാറാൻ എന്നെ കിട്ടില്ല. നീല് കുറച്ച് ഓവറാ. അത് തീരുമാനിക്കാൻ നീ ആരാ? പ്രശ്നം മനസ്സിലായി. കല്യാണം കഴിഞ്ഞോണ്ടായിരിക്കും. FB-യിൽ കണ്ടിരുന്നു ഭാര്യയെ. ഒരു ചേർച്ചയില്ല. അബദ്ധം പറ്റിയതായിരിക്കും അല്ലേ? എല്ലാരും കൂടെ ചേർന്ന് കെട്ടിച്ചതായിരിക്കും. പറയുന്നോളാം. ഈ നീലിനെ നിനക്ക് അറിയില്ല. നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാൻ വിചാരിച്ചു താനൊരു മാന്യനാണെന്നാ. നിന്നോട് ആരാടാ അങ്ങനെ വിചാരിക്കാൻ പറഞ്ഞത്? എന്താ രാവിലെ ഇറങ്ങിക്കോളും. മനുഷ്യന്റെ സൂര്യം കെടുത്ത മനസ്സമാനത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ അത് തരില്ലാന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്തു? ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീല് കുടിക്കാൻ തുടങ്ങിയതാ ഇപ്പൊ എന്റെ ടെൻഷൻ. ബോധം പോയാ അബോധാവസ്ഥയിൽ എന്തൊക്കെ ചെയ്യുന്നു പറയുന്നു എന്നൊന്നും ഒരു ഓർമ്മയും കാണില്ല. തടിച്ചയായ സ്വാതിയെ വളരെ മെലിഞ്ഞ പെണ്ണായിട്ട് വരെ തോന്നാം. അങ്ങനെ തോന്നിയാ ഒന്നും തോന്നില്ല. ഞാൻ ഉള്ളിടത്തോളം കാലം കല്യാണത്തിന് മുൻപ് വരെ എങ്ങനെയായിരുന്നു നീ,
അതുപോലെ തന്നെയായിരിക്കും ഇനിയും. നീല് മാത്രമല്ല, അവളും ആ ഇടിവണ്ടിയും. ഗൗരിയോട് എങ്ങനെ ഇതിനൊക്കെ നന്ദി പറയാന്ന് എനിക്കറിയില്ല. ഗൗരി ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഞാനിപ്പോ ജീവിച്ചിരിക്കില്ലായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിൽ അത്രയ്ക്ക് നിരാശപ്പെടുന്നു വേണ്ടെന്ന്. ഇതിപ്പോ ഒരു ദിവസം, ഇന്നും കൂടെ കഴിഞ്ഞ 2 ദിവസം. അതങ്ങനെ തുടർന്നുകൊണ്ടേ പോവും 1 കൊല്ലം വരെ. അതിനുള്ളില് രണ്ടിലൊന്നും അറിയാലോ, നാരായൺജി പറഞ്ഞതാണോ ശരി, അതോ എല്ലാം വെറും ഒരു നാടകമായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിലോ നാരായൺജി പറഞ്ഞത് തെറ്റിയാ? ആ, അപ്പോ ഡിവോഴ്സ് ചെയ്യും. ഞാൻ കരുതിയത് കല്യാണത്തിന്റെ ആദ്യ ദിവസമെങ്കിലും സ്വാതിയോട് നീലൊരു അല്പം സ്നേഹം കാണിക്കുന്ന. എവിടെ, വീട്ടിൽ വന്ന് കയറിയപ്പോ തന്നെ തുടങ്ങിയില്ലേ. ഇതിങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകുന്ന മനുഷ്യനല്ലേ, മടുക്കില്ലേ? മടുക്കാം, മടുക്കാതെ ഇരിക്കാം. മടുത്ത് ഒടുവില് സ്നേഹം തോന്നിയാലോ? അതൊരിക്കലും തോന്നില്ല. ഇത് അതിനുള്ള പോക്കല്ല. ഈ വണ്ടി എവിടെയെങ്കിലും വെച്ചൊന്ന് ഇടിച്ചു നിൽക്കും, അതുറപ്പ്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അവൾക്ക് എത്ര ടാബ്ലറ്റ്സാ കൊടുക്കാറ്? 2 പറഞ്ഞത്. അതെ, മിനിമം അത്രയെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോ ഏറ്റില്ലെങ്കിലോ? അതൊന്നോർത്ത് വേദ പേടിക്കണ്ട. ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ എനിക്കറിയാം. അതാ എന്റെ ഏക ആശ്വാസം. സ്വാതി ആ വീട്ടിൽ നിന്ന് പോകേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? മറ്റാരും ചെയ്തു തരാത്ത സഹായമാ ഗൗരി എനിക്ക് ചെയ്തു തരുന്നത്. ഇതിനൊക്കെ പ്രത്യുപകാരം ഞാൻ ചെയ്യാം. ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കുമ്പോ നടക്കും. ആദ്യം മരിക്കാൻ തോന്നിയില്ലേ, ഇപ്പാ തോന്നലില്ലല്ലോ. പ്രതീക്ഷ കൈവിടണ്ട, എല്ലാം ശരിയാവും. ദേ, നീലിനെ ഈ കയ്യിൽ കൊണ്ട് തന്നിട്ടേ ഞാൻ ഇനി വിശ്രമിക്കൂ. നീ ഇതെന്തു ഭാവിച്ച? ആരെ തോൽപ്പിക്കാനാ നിന്റെ ശ്രമം? ആരെ തോൽപ്പിക്കാൻ? എന്നെ തന്നെ. എന്തിനാ തോൽപ്പിക്കുന്നത്? തോറ്റില്ലേ? ഞാനിപ്പോ സീറോയാ, ബിഗ് സീറോ. നിനക്ക് എന്താടാ പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ. വല്യമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? വന്ന് കേറുന്നവരുടെ ഐശ്വര്യ ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യം. വരുന്നവർക്ക് അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? നീ മിണ്ടരുത്, അവൻ പറയട്ടെ. ഗൗരി പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്റെ ഉള്ളിലുള്ളത് തന്നെ അവള് പറഞ്ഞത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ നീ എടുത്തിയെ കെട്ടിയത്? നീലേ, നീ ഭയങ്കര ഓവറാ. ചീപ്നെസ്സാ നീ കാണിക്കുന്നത്. ക്യാരക്ടർ ഇല്ലായ്മ. നിന്നെ ഇങ്ങനും നല്ല പ്രതീക്ഷിച്ചത്. മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് അതെന്റെ തെറ്റല്ല. ഞാൻ പറഞ്ഞു പ്രതീക്ഷിക്കാൻ. അത് കൊള്ളാം. ആക്ച്വലി എന്താ ഇപ്പോഴത്തെ നിന്റെ പ്രോബ്ലം? എന്തു പ്രോബ്ലം? നല്ല അടി കിട്ടാത്തതിന്റെയാ. ഇവൾക്ക് നല്ല ആങ്ങളമാരുണ്ടായിരുന്നെങ്കി എടുത്തിട്ട് ചളിക്കേനെ. എന്നെയോ? നടന്നു തന്നെ. നീൽ, തർക്കം വേണ്ട. അതിനെല്ലാം ഞങ്ങളിപ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇതെന്റെ വീടാ. ഇവിടെ താമസിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി നീ കാണിക്കണം. മദ്യപിച്ചോണ്ട് ഇനി ഈ വീട്ടിൽ വരാൻ പറ്റില്ല. വന്നാൽ നിന്റെ അച്ഛൻ ശരിക്കാരാന്ന് നീ അറിയും. ഭീഷണിയാണോ? അതെ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. ആരാ ചോദിക്കാൻ വരുന്നെന്ന് എനിക്കൊന്ന് അറിയണം. എന്താ നീ പറഞ്ഞേ? എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നീ വളർന്നോ? വേണ്ട, വഴക്ക് വേണ്ട. അവനനുസരിച്ചോളൂ. ഞാൻ നിന്റെ കാല് പിടിക്കാൻ. കുടിക്കരുത്. ഇനി നീ കുടിച്ചോണ്ട് വന്നാ പിന്നെ അമ്മയെ കാണില്ല. കണ്ടോ? അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വച്ചില്ലേ? എനിക്കാകെ 2 കൈയേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെയാ. എന്നാലേ നീയൊക്കെ അത് വെട്ടി വിഴുങ്ങാൻ വേണ്ടി മാത്രമാ ഉപയോഗിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. നാളെ ഒരുത്തന്റെ കൂടെ പോയി പൊറുക്കേണ്ട പെണ്ണാ. അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ച കയ്യില് വള ഊരി പോവോ?
അടുക്കള കയറി എന്റെ ഗ്ലാമർ പോവില്ലേ അമ്മേ? ഗ്ലാമർ എന്റെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കണ്ട. എന്താ രാവിലെ തന്നെ അമ്മയും മോളും? ഇങ്ങനെ പോയാ അച്ഛൻ വേറെ കെട്ടേണ്ടി വരും. അതെന്താ? നമുക്ക് നേരത്തിനും കാലത്തിനും വല്ലതും കഴിക്കണ്ടേ? ആ, ജോലിക്കാരിയെ കിട്ടാനില്ല, പിന്നെ കെട്ടാതെ എന്താ മാർഗം? ഒരെണ്ണം കെട്ടിയതിന്റെ കേട് ഇതുവരെ മാറിയിട്ടില്ല, അപ്പോഴാ രണ്ടാമത്തത്. അയ്യോ ഞാനില്ലേ. അച്ഛാ, നമുക്ക് അവരെ ഒന്ന് വിരുന്നിന് ക്ഷണിക്കണ്ടേ? ആരെ? സ്വാതിയെ. എന്തിനാ? അതൊന്നും വേണ്ട. സൽക്കരിക്കാനല്ലമ്മേ, അവരുടെ ജീവിതം എങ്ങനെയാന്ന് നമുക്കൊന്ന് അറിയാലോ. എനിക്ക് കിട്ടിയ വിവരം വെച്ച് ഭയങ്കര അടിയാ അവര് തമ്മില്. അതൊന്ന് നേരിക്കാണാൻ കിട്ടുന്ന അവസരം നമ്മളായിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നെ? അങ്ങനെയാണെങ്കിൽ വിളിച്ചോ. ഫോൺ ചെയ്ത് പറഞ്ഞാ പോരെ? പോരാ പോരാ, പോയി തന്നെ വിളിക്കണം. എങ്കിലേ വരാൻ അവർക്കൊരു ഉത്സാഹം കാണൂ. വരുന്നതൊക്കെ കൊള്ളാം. അവർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഞാനും കൂടാമ്മേ. ഇത്തരം സ്പെഷ്യൽ സന്ദർഭങ്ങളിലൊക്കെ അടുക്കളയിൽ കയറുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അച്ഛൻ ഇന്ന് തന്നെ പോണം, ക്ഷണിക്കണം. ശരി, നിന്റെ ഇഷ്ടം. ഞാൻ വന്നത് അറിയാലോ, നാട്ടു നടപ്പ്. നീലിനെ സ്വാധീനം വിരുന്നിന് വിളിക്കാൻ വന്നതാ. അതിനെന്താ, വിടാലോ. സോറി, എനിക്ക് ടൈം ഉണ്ടാവില്ല, ബിസിയാ. ബിസിയാണെങ്കിൽ വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും ആവാം. ഇപ്പൊ എന്താ, സിനിമയുടെ വർക്ക് വല്ലതും നടക്കുന്നുണ്ടോ? അതെ. ഏത് സിനിമയാ? പേര് ജീവിതം. അതൊരു പഴയ സിനിമയുടെ പേരല്ലേ? ആണോ? എനിക്കറിയില്ല. നല്ല പടങ്ങളെ, നല്ല ബെസ്റ്റ് ഡയറക്ടറാ. കഥ പറഞ്ഞു കൊടുക്കണോ നീലേ? അല്ലെങ്കിൽ വേണ്ട, തിയേറ്റർ വരുമ്പോ കണ്ടാ മതി. അങ്കിള് ചായ കുടിക്ക്. ദാ. ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, കടയിൽ ആരുമില്ല. വീട്ടിലെല്ലാവർക്കും സുഖാണോ? ആ, അങ്ങനെ പോകുന്നു. ഒരു മോളില്ലേ, പേര് മറന്നുപോയി. ദേവപ്രിയ. ആ, അവൾക്ക് ആലോചന വല്ലതും? ഇപ്പൊ ഉടനെ വേണ്ടെന്നാ പറയുന്നത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി എന്നാ. ശരി എന്നാ. മോളെ സ്വാതി പോട്ടെ. ആ, നീ ശരി, പോട്ടെ. ആ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അയാളൊരു സാധു ആയതുകൊണ്ട് കളിയാക്കിയതൊന്നും മനസ്സിലായില്ല. ഒരു കുത്ത് വെച്ചു കൊടുക്കാൻ എനിക്ക് തോന്നിയത്. ജീവിതം എവിടുന്ന് കിട്ടിയിടാ നിനക്ക് ആ പേര്? അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലേ? അമ്മാവന്റെ മുമ്പിൽ ചിരിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ ചിരിക്കുന്നു. ഫുള്ള് കോമഡിയാ. അതൊക്കെ മാറും. നീ ഏടത്തെയും കൂട്ടി വിരുന്നിന് പോകാൻ നോക്ക്. പോകാൻ പറ്റില്ലെന്ന് നീല് പറഞ്ഞ നീയും കേട്ടതല്ലേ? നിന്നോട് ചോദിച്ചില്ല. നീലേ, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും നാട്ടുകാരോ മറ്റുള്ളവരോ അറിയാൻ പാടില്ല. അറിയിക്കരുത്. അതേ മോനെ, ഇവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്നെയും കൂട്ടി സ്വന്തം വീട്ടിലേക്കൊക്കെ ഒന്ന് പോണെന്ന്? അത് അവളുടെ അവകാശമല്ലേ? എനിക്ക് പറ്റില്ല. പറ്റും, നീ പോയേ പറ്റൂ. എടാ, ഒന്ന് അനുസരിക്കടാ. ഒരു 2 ദിവസം നിനക്കും അതൊരു ചേഞ്ച് ആയിരിക്കും. ഇത്രയും ചേഞ്ച് ആയത് പോരെ അമ്മേ? ഇനി എങ്ങും പോണ്ടല്ലോ, ഈ ഒരൊറ്റ തവണ. എന്റെ പൊന്നുമോൻ, അമ്മ പറയുന്ന ഒന്ന് അനുസരിക്കേ. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ വലിയ നിർബന്ധിക്കുന്നത്? ഇവളാ എല്ലാ കുഴപ്പം ഉണ്ടാക്കുന്നത്. ഗൗരി, നീ ഒരു പെണ്ണാ. ഇതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി കിട്ടുന്ന ഓർത്തോ. ഓ, ഞാനങ്ങ് സഹിച്ചു. ഇവളുടെ മുഖം കണ്ടില്ലേ? അവൾ ആഗ്രഹിച്ചു പോയി. ഒന്ന് പോന്നില്ലേ? ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ശരി, പക്ഷെ 2 ദിവസമൊന്നും പറ്റില്ല. ഒരൊറ്റ രാത്രി. അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോരും. നീ കിടക്കുന്നില്ലേ? കിടക്കണം.
നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? ചൂടൊന്നുമില്ലല്ലോ, പിന്നെന്താ? ഏയ് അവര് രണ്ടാളും പോയപ്പോ വീട് ഇറങ്ങിയ പോലായി അല്ലേ ഗൗരി? ആ അതെ അതെ. നീ പോയി കിടക്കാൻ നോക്ക്. അയ്യോ അയ്യോ എനിക്ക് വയ്യായേ, ഞാനിപ്പോ മരിക്കുവേ. ഗിരി ഗിരി ഓടിവാ. അയ്യോ എനിക്ക് വയ്യായേ ഗിരി. എന്താ ഗൗരി, വയ്യായേ. എന്തു പറ്റി? അയ്യോ എനിക്ക് ഭയങ്കര വയറുവേദന. വേദനയോ? ആ, ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഉരുണ്ട് കയറുന്ന പോലെ. ഞാനിപ്പോ മരിക്കുവേ. മരിക്കുവേ? എന്താ വയറുവേദന വന്നിട്ടോ? എന്തു പറ്റി? അയ്യോ, വല്യമ്മേ. എന്താ പ്രശ്നം? ഓ, എനിക്ക് വയ്യായേ, വേദന എടുക്കുന്ന വല്ലിച്ച. ഗ്യാസിന്റെ ആവും. അയ്യോ ഇത് ഗ്യാസിന്റെ അല്ല, ഗ്യാസിന്റെ അല്ല. ഗിരി, അയ്യോ. വണ്ടി എടുക്ക, ആശുപത്രി കൊണ്ടുപോകാം. അയ്യോ വേണ്ട, എനിക്ക് എങ്ങോട്ടും പോണ്ട. മനസ്സിന്റെയാ, എനിക്ക് നീലിനെ കണ്ടാ ശരിയാവും. എടാ ഗിരി, നീലിനൊന്ന് വിളിക്ക്, എനിക്ക് സംസാരിക്കണം. നീലിന്റെ ശബ്ദം കേട്ട് എന്റെ അസുഖം മാറും. ഗിരി ഒന്ന് വിളിക്കുന്നില്ലേ? അയ്യോ എനിക്ക് വയ്യായേ. അയ്യോ അയ്യോ എനിക്ക് വയ്യായേ. വല്യമ്മേ, ഞാനിപ്പോ മരിച്ചു പോവും. ആ, ഞാൻ ഗൗരിക്ക് കൊടുക്കാം. അയ്യോ നീല, എനിക്ക് വയ്യടാ, നീ വേഗം ഒന്ന് വാ. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും. എന്തു പറ്റി? നീ വാ, എല്ലാം ഇവിടെ വന്നിട്ട് പറയാം. ഗൗരി, അതിന് ഞാനിവിടെ വിരുന്ന് വന്ന് നിൽക്കുമല്ലേ? അതൊക്കെ ഇനി ആവാലോ, എനിക്ക് നിന്നെ ഇപ്പൊ തന്നെ കാണണം. ഞാൻ നിന്നെ സ്വപ്നം കണ്ടടാ. അതെപ്പോ? അതൊക്കെ കണ്ടു. എടാ നീലേ, നീ വേഗം വാ. ശരി, വരാം. സ്വാതി വേണമെങ്കിൽ അവിടെ നിർത്തിക്കോ, നീ മാത്രം വന്നാ മതി. അയ്യോ അയ്യോ വല്യമ്മേ. വല്യമ്മേ, ഇവളുടെ അസുഖത്തിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്താടാ? അയ്യോ പുതിയതായിട്ട് കണ്ടുപിടിച്ച രോഗം. അയ്യോ, എനിക്ക് വയ്യ. മെഡിക്കൽ സയൻസിൽ അസൂയ ഓംബ്ലാങ്കേട്ടാന്ന് പറയും. അതെന്താ സുഖ? ഇവൾക്കറിയാം, ഇവളോട് ചോദിക്ക്. എന്താ മോളെ, അതെന്താ സുഖ? ഇവൻ എന്നെ കളിയാക്കോ വല്യമ്മേ. ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത് നേരാ. നീലിനെ പാമ്പ് കൂത്തുന്നു. സ്വാതിയുടെ വലിയ തറവാടൊക്കെയല്ലേ. പഴയ വീടാകുമ്പോ പല വെച്ചാരാധനയും കാണും. മരിച്ചു എന്ന് സ്വപ്നം കണ്ടാലേ ആ ആളുടെ ആയുസ് കൂടുന്ന സാധാരണ പറയാറ്. ആ അതെ അതെ, അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ല, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു? എനിക്ക് നല്ല വേദനയുണ്ട്. അയ്യോ വാ, എന്നാ അകത്ത് പോയി കിടക്കാം. വേണ്ട, നീല ഉടനെ എത്തുമല്ലോ. നീലിനെ കണ്ടാ ചിലപ്പോ അസുഖം മാറും. അയ്യോ മാലതി, നീ ഒക്കെ ഇത്തിരി ചൂടുകൾ എടുത്തു കൊടുക്കും. അയ്യേ. അയ്യോ 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 അയ്യോ. ഓ. ചിരിക്കണം ഞാൻ കണ്ടു. പോടാ. എന്താ? പോണം. എന്തു പറ്റി? അത് പറഞ്ഞാലേ നീ വരൂ. ഈ രാത്രിയില് നാളെ നേരം വെളുത്തിട്ട് പോയാ പോരെ? പോരാ, വരുന്നുണ്ടെങ്കിൽ കൂടെ വാ, അല്ലെങ്കിൽ ഞാൻ പോവും. ഇങ്ങനെ പോയ സത്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങിപ്പോ. കാല് പിടിച്ച് പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. നിങ്ങൾക്കായിരുന്നല്ലോ നിർബന്ധം. ഇവളെപ്പോലൊരു തേർഡ് റേറ്റ് വില്ലേജ് ഗേളിന്റെ കൂടെ പോയതോടുകൂടി എന്റെ സകല ഇമേജും പോയി. അതിനിപ്പോ എന്താ ഉണ്ടായത്? ടേബിൾ മാനേഴ്സ് എന്താണെന്ന് പോലും ഇവൾക്ക് അറിയില്ല. അറിയില്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നീയല്ലേ? ഞാൻ ഇവളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനർ ഒന്നും അല്ല. പിന്നെ നീ ആരാ? വഴക്ക് പറയാൻ മാത്രം ഉത്സാഹം കാണിക്കുന്ന അവളുടെ ബോസോ?
അത് മാത്രമാണ് ഒരു ഹസ്ബൻഡിന്റെ ജോലി. ജോലിക്കാരൊക്കെ അവിടെ നിൽക്കട്ടെ. നീല് പറ, എന്താ ഉണ്ടായത്? നാണം കെട്ടൂന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഫംഗ്ഷന് ഡാൻസ് ചെയ്യാൻ വിളിച്ചു. എന്നിട്ട് എനിക്ക് ഒഴിയാൻ പറ്റിയില്ല. എന്നാ ഇവളെങ്കിലും പറയണ്ടേ വേണ്ടാന്ന്. എവിടെ ചാടിക്കേറി വന്നു. മ്യൂസിക്കിനൊപ്പം ഡാൻസ് ചെയ്തപ്പോ ദാ കിടക്കുന്നു താഴെ. അടിതെറ്റി ആനയും വീഴും. ഉഫ്, എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇതാണോ ഇത്ര വലിയ കാര്യം? ഞാൻ എത്ര തവണ വീണിരിക്കുന്നു. ഇങ്ങനെ വീണല്ലേ നമ്മൾ പഠിക്കുന്നത്. വിട്ടുകളാ നീലേ, ഇതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ടല്ലേ. അച്ഛൻ അങ്ങനെയൊക്കെ പറയാം, ഞാനല്ലേ നാണം കെട്ടത്. കഷ്ടം. ആ വീശിനി സോഷ്യൽ മീഡിയയിൽ വരുമോന്ന് എന്റെ പേടി. ഉറപ്പല്ലേ വരും. വെരി ബാഡ്. ഇനി ഔട്ടിങ്ങും ഇല്ല, ഹോട്ടലും ഇല്ല, ഒന്നുമില്ല. ഗുഡ് ഡിസിഷൻ. തൃപ്തിയായല്ലോ ഒരുത്തിനെ കൊണ്ട് നാറ്റിച്ചിട്ട് വന്നപ്പോ. അതിന് ഇവളെന്ത് ചെയ്തെന്നാ? ഡാൻസ് ചെയ്തു. അതൊരു തെറ്റല്ലേ? ഈ തടിയും വെച്ചിട്ട് ഫോറിൻ ഡാൻസ് നന്നായിരിക്കും. എടി, നമ്മുടെ പരിമിതികൾ വേണം ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ. അതറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സാരില്ല മോളെ. ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോ എങ്ങനെ പെരുമാറണമെന്ന് അമ്മ നിന്നെ പഠിപ്പിച്ചുതരാം. ഇനി ഒരിക്കലും നിനക്ക് ആരുടെയും ചീത്ത കേൾക്കേണ്ടി വരില്ല. വേണ്ടമ്മേ, എനിക്ക് ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോണ്ട. ഞാൻ ഇവിടെ കഴിഞ്ഞോളാം, ഈ വീട്ടില്. എനിക്കതിലൊരു വിഷമവും ഇല്ല. പാവം, അവക്ക് സങ്കടമായി കാണും. ആണോ? എന്നാ കുത്തിയിരുന്ന് കരയാൻ പറ. നിങ്ങൾ രണ്ടുപേരും അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നേ. നീലിന്റെ സൈഡ് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നേ ഇല്ല. പാവ നീല്, അവൻ എന്തുമാത്രം വിഷമിച്ചു കാണും. ഇവിടെ ഇരിക്കാണോ? കിടക്കുന്നില്ലേ? എന്താ മാലതി നമ്മുടെ മോന് പറ്റിയത്? അവനല്ലേ ഈ കല്യാണത്തിന്റെ പ്രപ്പോസൽ കൊണ്ടുവന്നത്. എന്നിട്ടെന്താ അവൻ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നത്? എനിക്കും അതാ മനസ്സിലാവാത്തത്. പാവ സ്വാതി, അവൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. ആ മനസ്സിന്റെ നീറ്റില് അതവള് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ആ കുട്ടിയുടെ ശാപമേറ്റ ഈ വീട് നശിക്കും. 7 തലമുറ അതിന്റെ ശാപം അനുഭവിക്കേണ്ടിയും വരും. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപം കിട്ടുന്നില്ല. സംസാരിച്ച് ശരിയാക്കാന്ന് വെച്ചാ അതിന് അവൻ നിന്ന് തരണ്ടേ? അവളുടെ കാര്യം പറഞ്ഞു ചെന്നാ ചാടിക്കടിക്കാൻ വരും. പിന്നെ എന്താ ചെയ്യാ? എന്ന് വെച്ച് ഇതിങ്ങനെ തുടരാൻ പറ്റുമോ? സ്വാതി ഒരു മനുഷ്യജീവി തന്നെയല്ലേ. ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും അവനീ നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ കൂടെ അപമാനം കൂടെ ആവുകയെന്ന് വെച്ചാ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം ആ നാരായൺജി കാരണോ? ഇതിനാണോ അയാൾ ആ സ്വാതിയും കൂടി പറഞ്ഞു വിട്ടത്? ഇനിയിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വന്നു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതാ നമ്മൾ നോക്കേണ്ടത്. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. എന്തു പ്ലാൻ? നീല എതിർക്കുമായിരിക്കും. എന്നാലും നിർബന്ധിച്ച് നമ്മൾ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. നീലും സ്വാതിയും അടുത്തിടപഴകിയ പ്രശ്നങ്ങളൊക്കെ തീരുന്ന എനിക്ക് തോന്നുന്നു. അതിനുള്ള അവസരം അവർക്ക് വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കണം. നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. ഇന്നത്തെ പോലെ ആവരുത്. ഒരിക്കലുമില്ല. നാളെ നേരം വെളുത്തിട്ട് കാര്യം ഞാൻ അവതരിപ്പിക്കും.